മിസ്റ്റർ കൊക്കല്ല കോക്ക്. മലയാള സിനിമയെ നശിപ്പിക്കുന്ന തന്നെ പോലുള്ളവരെ ഞങ്ങൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഒരു സിനിമ എന്ന് പറഞ്ഞ ഒരു കഷ്ടപ്പാടാണ്. ഞാനും മായ്മറ്റൊക്കെ സിനിമയ്ക്ക് വേണ്ടി നായിക മാത്രമല്ല ജീവിതം മാറ്റി ഒരു സിനിമയിൽ പുറകിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്തായാലും കോക്ക് ചെയ്യുന്ന പോക്കൃത്തരാണ്. കാരണം ഈ കമന്റ് ഇടുന്നവർക്ക് മനസ്സിലാവും. കാരണം ഒരു നല്ല സിനിമയെ വരെ മോശമാക്കുന്ന ആളാണ് കോക്ക്. എന്തിനാണത്? ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ന് വിളിച്ച് പറയാന്നാണോ? അതുകൊണ്ട് കോക്കെ ഞങ്ങളൊക്കെ എതിർത്തിരിക്കുകയാണ്. ഇനി കോക്കിന്റെ ഇതുകൊണ്ട് പരിപാടി നടക്കില്ല. കാരണം വാണിംഗ് ആണ്. കാരണം എന്താ വെച്ചാൽ നല്ല സിനിമയെ തകർക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞ കഷ്ടപ്പാടാണ് അല്ലേ? ആരാടോ കോക്കെ താൻ? ഇനി കോക്കിന്റെ കുറെ ഇത് വരുമല്ലോ, കമന്റ് ഇടുന്നവര് വന്നിട്ട് എന്റെ താഴെ ഇങ്ങനെ കാണിക്കും. മനസ്സിലായി? അതൊന്നും നമുക്ക് വിഷയമല്ല. കോക്കെ നല്ല സിനിമകളെ സപ്പോർട്ട് ചെയ്യും. കാരണം എന്നിട്ട് ഇത് കൊള്ളില്ല അത് കൊള്ളില്ല. ഒരു സിനിമ എന്ന് പറഞ്ഞാണല്ലോ ഒരുപാട് പേരെ കഷ്ടപ്പെട്ടെടുത്ത സിനിമയാണ്. മനസ്സിലായോ? കോക്കിനെ അവിടെ കയറി നിങ്ങൾ പറഞ്ഞാൽ മതി. കോക്ക് സിനിമ കാണുകയും ചെയ്യും. കോക്ക് കണ്ട് ചിരിച്ച് കൈയടിച്ചിട്ടാണ് ഇത് വന്ന് പറഞ്ഞത്. പാത്രം കഴുകാൻ ഞാൻ പണ്ട് പാത്രം കഴുകാൻ പോയിക്കൊണ്ടിരുന്നു. പ്രൊഡക്ഷൻ പോയി ആയിരുന്നു പണ്ട് പാത്രം കഴുകിക്കൊണ്ടിരുന്നു. അങ്ങനെ കൃഷ്ണോഷകലയുള്ള കാശിലാജിക്കാൻ രസിക്കാൻ പ്രണയം എടുത്തപോലെ എല്ലാത്തിനും പാത്രം കഴിയുന്നുണ്ട്. പാത്രം കഴിയുന്ന പറഞ്ഞാൽ പ്രൊഡക്ഷൻ പോയി ആയിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് ജയസൂര്യ ചേട്ടൻ, മറ്റേ നമ്മുടെ പലരും, കാർത്തിക, ഉമ്മപ്പെണ്ണൂരിയുടെ പേരിൽ അംബിക മോഹൻ ചേച്ചി, എല്ലാവരും നല്ല സൗഹൃദമായിരുന്നു. ആ ഒരു പിന്നെ അതുപോലെ മച്ചാൻ വർഗീസ് ചേട്ടൻ, ദൈവം കാശിലാജി, എൻ എഫ് വർഗീസ് ചേട്ടൻ, ആ ചേട്ടനായിട്ട് കമ്പനി ആയിരുന്നത്. അവരൊക്കെ പിന്നെ സലീംകുമാർ ചേട്ടനായിട്ട് കാശിലാജി, ജഗതി ചേട്ടൻ, അദ്ദേഹത്തിനൊക്കെ ഭക്ഷണം വിളമ്പി കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. പ്രൊഡക്ഷൻ പോയി ആയിരുന്നു. കാശില്ലാ ജീവിക്കാൻ എന്ന സിനിമ തൊട്ട് പ്രൊഡക്ഷൻ പോയിരുന്നു. അന്ന് കാശില്ലാ ജീവിക്കൽ ഇവിടെ ഞാനുണ്ടായിരുന്നു, അപ്പുറം നിന്നായിരുന്നു. ഇവിടെ മരുന്ന് നോക്കണ സീൻ അവിടെ നോക്കിയേക്കണം. ഈ പടം കണ്ടിട്ട് എഡിറ്റ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ സംവിധായകൻ എന്നെ തെറി വിളിച്ചെന്ന് കേട്ടാ. അതായത് ഇവിടെ ഞാനും വായന നിൽക്കുമെന്ന് വെച്ചു. അപ്പുറം ഞാനില്ല, അവിടെ മരുന്ന് വെക്കുന്ന ആള്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ മരുന്ന് വാങ്ങി നക്കുന്നു, അപ്പുറം ആ നിൽക്കുന്ന വ്യക്തിയുടെ അപ്പുറം നിൽക്കുന്നു, അവിടെ നക്കുന്നു മരുന്ന്. അപ്പൊ എന്തായാലും പ്രൊഡക്ഷൻ പോയിട്ട് വന്നാണ്. സിനിമ ഒരുപാട് സ്നേഹിക്കുന്നു. കോക്ക് ദയവ് ചെയ്ത് സിനിമ സ്നേഹിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. ഇനി കോക്കിന്റെ ഒരു മോശം റിവ്യൂ കാണരുത്. കണ്ടാൽ കണ്ടാൽ ഇവിടെ കത്തും. കേരളം കത്തും. ഓക്കെ കോക്ക് നല്ല സിനിമയെ സപ്പോർട്ട് ചെയ്യും. സിനിമ കേട്ടോ കോക്ക്. ഓക്കെ.